നമ്മൾ ഇന്നിവിടെ ഹീലിംഗ്, സെൽഫ് ലവ് ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എന്തിനാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ നമുക്ക് തോന്നാറുണ്ട് ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, ഒരു മാറ്റം വേണം എന്നുള്ളത് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ നമുക്കത് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, നമുക്കതിനെ കുറിച്ചിട്ടുള്ളൊരു അറിവില്ലായ്മ. ലൈഫ് ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്താലും ലൈഫിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ, ഇതാകെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലല്ലേ നിൽക്കുന്നത്, ഇനി എൻ്റെ ജീവിതം മാറാൻ പോകുന്നില്ല എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അതായത് ലൈഫിൽ എവിടേക്കോ നമ്മൾ സ്റ്റക്കായി പോയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകാറുള്ളത്. അത് ചിലപ്പോൾ കരിയറിലായിരിക്കും. അതായത് കരിയർ ഇവിടെ അവസാനിച്ചു എന്ന് നമുക്ക് തോന്നാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കരിയറിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ജോലി ഒന്ന് മാറ്റണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും. ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ ഇമോഷണൽ ഫിറ്റ്നസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിലായിരിക്കും. അതായത് ലൈഫിലെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഇത് വർക്കാവുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി ഒരു ഓപ്ഷനും ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും കൺസൾട്ടന്റിനെ പോയി കാണുന്നത്. ചിലർ ജ്യോത്സ്യമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെ പോകാറുണ്ട്. ചിലർ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യാറുണ്ട്. അതായത് പലരും ഇതിന് ആശ്വാസം കണ്ടെത്തുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെ അറിവും ആ സമയത്ത് നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതൊന്നും പറ്റാത്ത ആളുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാറുണ്ട്, നമ്മുടെ ലൈഫ് എങ്ങനെ മാറും എന്നൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ആ ഒരു ഫീൽഡിലുള്ള ഒരു എക്സ്പേർട്ടിനെ കണ്ട് ഉപദേശം സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പോസിബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹീലിംഗ് എന്നുള്ളൊരു വാക്കും സെൽഫ് ലവ് എന്നുള്ള വാക്കുമൊക്കെ നമ്മൾ ആ സമയത്ത് കേൾക്കുന്നത്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ചില സമയത്ത് റിസൾട്ട് ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമുക്ക് സ്റ്റക്കായി പോയി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ ലൈഫിൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ ലൈഫിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചിന്തകള്, നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവൃത്തികള്, ഇതൊക്കെയാണ് നമ്മൾ ലൈഫിൽ കൊടുക്കുന്ന നമ്മുടെ ഇൻപുട്ട്. ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിലെ കരിയറിൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻസ്, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഒരു കോൺഫിഡൻസ്, അങ്ങനെ എല്ലാ ഏരിയയിലും കരിയർ, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വൽ, അങ്ങനെ എല്ലാ ഏരിയയിലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിനെ വേറൊരു ഭാഷയിൽ നമ്മളുടെ കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത ഒരു കർമ്മയാണ്, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, ഇതൊക്കെ കർമ്മയാണ്. ലോ ഓഫ് കർമ്മ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ശരിയല്ലാത്ത ചിന്താരീതി, നമ്മുടെ ശരിയല്ലാത്ത വാക്കുകൾ, നമ്മുടെ ശരിയല്ലാത്ത പ്രവൃത്തികൾ, ഇതൊക്കെ കുഴപ്പം പിടിച്ചതായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് കുഴപ്പം പിടിച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാത്തത്. സോ നമ്മുടെ ഇൻപുട്ടിലൊന്ന് കറക്ഷൻ വരുത്തിയാൽ, ചില മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇൻപുട്ടുകളായ ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇവയിൽ ഏതെങ്കിലുമൊക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നതിനെയാണ് ഒരു വിധത്തിൽ ഹീലിംഗ് എന്ന് പറയാം. അപ്പോൾ ഹീലിംഗ് പലതരത്തിലുണ്ട്. അതായത് ഫോർഗീവ്നെസ് തെറാപ്പി, ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി. നിങ്ങൾ യൂട്യൂബ് നോക്കുമ്പോൾ അതിൽ ഹോപ്നോപ്പനോ പ്രെയർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ബുദ്ധ ഫോർഗീവ്നെസ്, അങ്ങനെ ഒരു പ്രെയർ ഉണ്ട്. ക്ഷമാധ്യാനം, ഇതൊക്കെ പലതരത്തിലുള്ള ഹീലിംഗ് മെത്തേഡുകളാണ്. അതുപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, എനർജി ഹീലിംഗ്, ചക്ര ബാലൻസിങ്, അങ്ങനെ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം തന്നെ ഒരു ഹീലിംഗ് മെത്തേഡ്സ് ആണ്. അതുപോലെ തന്നെ അഫർമേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം, വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യാം. പല മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളുടെ വൃത്തികേടായി കിടക്കുന്ന ഒരു റൂം, അതിനെ നമുക്ക് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂൽ ഉപയോഗിച്ച് അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. വാക്യൂം ക്ലീനർ ഉപയോഗിക്കാം, റോബോട്ട്സിനെ യൂസ് ചെയ്യാം. അതായത് ഒരു സാധനം ചെയ്യുന്നതിന് തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. അല്ലാതെ ഇന്നൊരു കാര്യം ചെയ്താൽ മാത്രമേ ഹീലിംഗ് നടക്കൂ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള ഏത് മെത്തേഡ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് ഹീലിംഗ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ചെയ്തിട്ട് നമുക്ക് ഹീലിംഗ് ചെയ്യാം. അല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ന മെത്തേഡ് ചെയ്താൽ മാത്രമേ ലൈഫിൽ മാറ്റം വരൂ എന്നൊന്നും ഇല്ല. ഇനി ഹീലിംഗ് നമുക്ക് തനിയെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തനിയെ ചെയ്യാനായിട്ട് പറ്റും. അതായത് തനിയെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾക്ക് തനിയെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് തനിയെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതായത് നമ്മൾ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്, ആങ്സൈറ്റി വന്നിട്ടിരിക്കുന്നതുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്.
അപ്പോൾ സ്വയം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഹീലിംഗ് നമുക്ക് തന്നെ ചെയ്യാം. ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സെൽഫ് ലവും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീലിംഗ് എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ ഒറ്റ ദിവസം കൊണ്ട് മാറ്റിത്തരാം, ഞാൻ 2 ദിവസം കൊണ്ട് മാറ്റിത്തരാം എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു പ്രത്യേക കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ റിസൾട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ തന്നെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ടൊക്കെ ചില കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുക. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ നാളുകളായിട്ട് ചെയ്തിട്ടുള്ള ചില പാറ്റേൺസ് ഉണ്ട്. നമ്മുടെ ചിന്തിക്കുന്നൊരു രീതി, നമ്മൾ പറയുന്ന ചില വാക്കുകൾ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില ബിഹേവിയർ, പ്രവൃത്തികൾ, ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു റിസൾട്ടായിട്ട് നമ്മൾ കാണുന്നത്. ജോലിയിലും അതുപോലെ തന്നെ വെൽത്തിലും ഹെൽത്തിലും എല്ലാ കാര്യങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ തന്നെ ഇൻപുട്ടുകളാണ്, ചിന്താവാക്ക് പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ മിനിമം 21 to 90 ഡേയ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് താല്പര്യത്തോടു കൂടി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ചില പോയിന്റിൽ നമുക്ക് മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പം നന്നായി കളയാന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. 1-2 ദിവസം ചെയ്തിട്ട് നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് തന്നെ വരും. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കുറച്ച് ദിവസം ചെയ്യും, എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മടിയാകും. അപ്പോൾ ആ മടി ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം വേണം. നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് ചെയ്യാത്തത്. നമുക്ക് നമ്മളൊരു വർത്തിയാണ്, നമ്മളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മളെ കൂടുതൽ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക, കെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നതിന് തന്നെയാണ് ഒരു ഫോമിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു 21 തുടങ്ങി 90 ഡേയ്സ് വരെയുള്ള പ്രാക്ടീസസ് ഒക്കെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ സെൽഫ് ലവ് ഉള്ള ഒരു വ്യക്തി മാത്രമേ അവരവരുടെ ഹീലിംഗ് കറക്റ്റായിട്ട് ചെയ്യുള്ളൂ. കാരണം സെൽഫ് ലവ് ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മൾ ഹീലിംഗ് പ്രോസസ്സും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഇനി ഹീലിംഗ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സ് ഒരു ഊഞ്ഞാല പോലെയാണ്. അതായത് ബാക്കിലോട്ട് പോകുന്നു, സെൻറ്ററിലോട്ട് വരുന്നു, ഫ്രണ്ടിലോട്ട് പോകുന്നു. ഊഞ്ഞാലാടുന്നത് അങ്ങനെയാണല്ലോ. അതായത് ബാക്കിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പാസ്റ്റിലേക്ക് എത്തി നോക്കി പാസ്റ്റിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ചിന്തിക്കുന്നു. ദെൻ പ്രസൻറ്റിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ ഇനി നടക്കാൻ പോകുന്ന സാധ്യതകളും നമ്മൾ ചിന്തിക്കുന്നു. ഒരു ഊഞ്ഞാലാടുന്നത് പോലെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥിരതയും ഇല്ലാതെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാ വീഡിയോസിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ പറയാറുണ്ട്, പ്രസൻറ്റിൽ ജീവിച്ചാലേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും മനഃപൂർവ്വം പാസ്റ്റും ഫ്യൂച്ചറും ചിന്തിക്കുന്നതല്ല. അതായത് നമ്മുടെയൊക്കെ പാസ്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റിൽ നമ്മളെ ഒരുപാട് പേര് വഞ്ചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്, ഭയങ്കര മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ ഇൻസിഡൻറ്റ്, നെഗറ്റീവായിട്ടുള്ള കുറേ ആളുകൾ, അപമാനം, ഇതൊക്കെ നമ്മൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ, ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ നമ്മളുടെ മനസ്സെപ്പോഴും എന്നാലും അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായല്ലോ, എനിക്ക് മാത്രമുള്ള ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, എന്നിട്ടെന്താ എനിക്കിങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പാസ്റ്റിൽ നടന്നിട്ടുള്ള, പാസ്റ്റ് നമുക്ക് ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല പ്രസൻറ്റിൽ. സോ പ്രസൻറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മനസ്സിങ്ങനെ അസ്വസ്ഥമാകുമ്പോൾ നമ്മൾ പാസ്റ്റ് ശരിയല്ല, അപ്പോൾ പിന്നെ പ്രസൻറ്റും ശരിയാകുന്നില്ല, ഫ്യൂച്ചറും ഇങ്ങനെ തന്നെയായിരിക്കും, ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. അങ്ങനെ നമ്മൾ ഓവറായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് ആങ്സൈറ്റി വരുത്തുകയും ചെയ്യും. ഇനി പാസ്റ്റിൽ നടന്നിട്ടുള്ള ആളുകളോട് നമുക്ക് ഭയങ്കര ദേഷ്യം, അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പാസ്റ്റ് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മൾ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെയൊക്കെ അടുത്ത് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഉള്ളിൽ കഴിഞ്ഞു പോയ കാലങ്ങളിലുള്ള പല ആളുകളോടുള്ള ദേഷ്യം, അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കുറേ മോശമായിട്ടുള്ള ഇൻസിഡൻറ്റ്, ഇതൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും. അതായത് നമ്മളെപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സൈക്കോസൊമാറ്റിക് പോലുള്ള ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത്.
ഇനി ഹീലിംഗ് തന്നെ പലതരത്തിലുണ്ട്. അതായത് ചില വ്യക്തികളുടെ ലൈഫിൽ, അതായത് 12 വയസ്സിന് താഴെയുള്ളൊരു പീരീഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ബാല്യം ഉണ്ടാകാറുണ്ട്. അതായത് ചിലർ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെ വളരെ മോശമായിട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാകാം, ചിലപ്പോൾ അവരെ കെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കാനായിട്ട് ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ചൈൽഡ്ഹുഡ് ഡിഫിക്കൽട്ടായിട്ടുള്ള ചൈൽഡ്ഹുഡുള്ള വ്യക്തികൾക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാറുണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ഒരു മുറിവേറ്റ കുട്ടിയെ സുഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. അതായത് നമ്മൾ വലുതാകുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ പ്രായത്തിനനുസരിച്ച്, ഇപ്പം നമ്മളെ കാണുമ്പോൾ ഇത്ര വയസ്സായി, ശരീരം മാത്രം വലുതാകുന്നു, മനസ്സുകൊണ്ട് മുരടിച്ച് നമ്മൾ ആ ഒരു ചൈൽഡായിട്ട് തന്നെ നിൽക്കുകയായിരിക്കും. ഒരു വേദനിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം ആ വേദനിക്കുന്ന കുട്ടിയെ മുറിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ സുഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിത് വളരെ എന്താണ് ഇതൊക്കെ ഇതുകൊണ്ട് വല്ല റിസൾട്ട് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്ലയൻസ് ഒക്കെ വരുന്ന സമയത്ത് അവരുടെ ചെറുപ്പകാലങ്ങളിലുള്ള ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അച്ഛനിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറയാറുണ്ട്, ബന്ധുക്കളിൽ നിന്നിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതായത് 12 വയസ്സിൽ താഴെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റാത്ത കേസിൽ നമുക്ക് ഏതെങ്കിലും ഇതുപോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഹീലിംഗ് ഉണ്ട്. ചിലർക്ക് ചില നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിനെയും നമ്മൾ ഹീലിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് പാസ്റ്റിനെ സുഖപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഹീലിംഗിൽ ഉണ്ടാകുന്നത്. നമ്മളുടെ ഒരു മൈൻഡ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഹീലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഹീലിംഗ് ഒന്നും നടക്കാത്ത അവസ്ഥയിൽ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. ചിലത് ആലോചിക്കുമ്പോൾ നമ്മൾ കരയും, ചിലരോട് നമുക്ക് ദേഷ്യം വരും, പല പല ഫീലിങ്സിലൂടെ നമ്മൾ കടന്നു പോകും. പക്ഷേ ഹീലിംഗ് നമ്മളുടെ ഉള്ളിലുള്ള ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റിലത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പാസ്റ്റിൽ അതങ്ങനെ സംഭവിച്ചു, അത് കടന്നുപോയി, അത് അവരുടെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു, അതിലുള്ള ഓരോ വ്യക്തിയെയും നമുക്ക് കറക്റ്റായിട്ട് ഫോർഗീവ് ചെയ്യാനും നമുക്കത് ആലോചിക്കുമ്പോൾ അത് കഴിഞ്ഞു പോയൊരു ഇൻസിഡൻ്റ് ആണെന്നും അതിലെ ഓരോ വ്യക്തിനെയും നമുക്ക് ഫോർഗീവ് ചെയ്യാനും നമ്മളെ കറക്റ്റായിട്ട് ഹീൽ ചെയ്യാനും സാധിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ തന്നെയാണ് നടക്കുന്നത്. പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒട്ടും അസ്വസ്ഥത ഉണ്ടായില്ല, നമുക്ക് പീസ്ഫുൾ ഒരു ഫീലിംഗ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത്. ഹീലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിക്ക് എപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിലോട്ട് വരാനും ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും സാധിക്കും. പ്രസൻറ്റ് മൊമെൻറ്റിൽ വരുമ്പോൾ നമുക്ക് ആകെ കുറച്ച് വിഷയങ്ങളേ ഉള്ളൂ. അതായത് നമ്മുടെ പാഷൻ എന്താണ്, നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മളുടെ ലക്ഷ്യം എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, നമ്മളുടെ കരിയർ, ഹെൽത്ത്, വെൽത്ത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻറ്റ് കാര്യങ്ങൾ കറക്റ്റ് ആകും. പിന്നെ നമ്മളിത് നേടിയെടുക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തിനാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത്, ഹീലിംഗ് ചെയ്യുന്ന വ്യക്തി എന്തിനാണ് സെൽഫ് ലവ് പ്രാക്ടീസും കൂടിയും ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്തിനാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത്, അവിടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലായി കാണും. ഇനി നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന എപ്പിസോഡുകളിലും ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.